ഇതാണ് മധുരത്തുളസി. അപ്പോൾ ആ മധുരത്തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറുകാർക്ക് പഞ്ചസാരക്ക് പകരം ചായയിൽ ഇട്ട് ഉപയോഗിക്കണതാണ്. പിന്നെ നമുക്ക് ഷുഗർ കുറക്കാനും നല്ലതാണ്, കൊളസ്ട്രോളൊക്കെ കുറക്കാൻ നല്ലതാണ്, നമ്മുടെ ശരീരഭാരം കുറക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഇല നമുക്ക് പച്ചന് ഇപ്പോൾ ഒരു ഗ്ലാസ് ചായയിൽ നമുക്ക് 2 ഇലയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 ഗ്ലാസ് ചായയിലൊക്കെ ഇടാം. പിന്നെ നമുക്ക് ഇത് അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ആ പൗഡറും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പൗഡറൊക്കെ മേടിക്കണ്ടല്ലോ ഓൺലൈനിൽ നിന്നൊക്കെ. നമ്മുടെ വീട്ടിൽ നമുക്കിത് എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയതാണ്. ഇതിന് കുറച്ച് പരിചരണം വേണ്ട ചെടിയാണ് കേട്ടോ മധുരത്തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ ഇതേപോലത്തെ നമ്മൾ കവറിലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ മണ്ണൊക്കെ കളയണം. കുറച്ച് മണ്ണ് മാത്രം നിർത്താൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇത് തണലത്തൊന്നും വളരുന്ന ചെടിയല്ല, നല്ല വെയിലത്ത് തന്നെ വെക്കണം ഈ ചെടി. പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ മാറ്റി നടുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വേറെ ചെനപ്പുകൾ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ വളർത്തണം നല്ലത്. താഴെ നടാണ്ടിരിക്കുന്നതിന് നല്ലത് മധുരത്തുളസിയുടെ തൈകൾ. പിന്നെ ഇതിൻ്റെ പൂക്കളാണ് ഈ കാണുന്നത്, കണ്ട. അപ്പോൾ പൂക്കളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ വിത്തും കിട്ടും കേട്ടാ. ഈ ഉണങ്ങിയിട്ട് വിത്തണ്ട അത് നമുക്ക് പാകി മുളപ്പിച്ചും നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അധികവും എല്ലാവരും ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ് മുറിച്ച് നട്ട് തന്നെയാണ് തൈകൾ ഉണ്ടാക്കണത്. പിന്നെ നമുക്ക് മഴ അധികം കൊള്ളാൻ പാടില്ല കേട്ടോ. അധികം മഴ കൊള്ളാൻ പാടില്ലാത്ത ചെടിയാണ് മധുരത്തുളസി. അതുകൊണ്ട് തന്നെ കുറച്ചധികം കെയർ വേണ്ട ചെടി തന്നെയാണ് മധുരത്തുളസി. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മൾ പലതരം തുളസികളൊന്നും വെച്ച് പിടിപ്പിക്കേണ്ടല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ മധുരത്തുളസിയുടെ തൈയും വെച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മൾ മധുരത്തുളസിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നടണ ചട്ടിയിൽ ചാണകപ്പൊടി പിന്നെ എല്ലുപൊടി ഒക്കെ കൂടെ പിന്നെ സൂഡോമോണസ് ഒക്കെ കൂടെ ഇട്ടിട്ട് നമ്മൾ നട്ട് കൊടുക്കുക. നട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ സൂഡോമോണസ് ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ അഴുകൽ രോഗം കൂടുതലാണ് ഈ ചെടിക്ക്. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ച് വെക്കുമ്പോൾ മിക്കവരും ചെടിയും കേടായി പോണത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ കവറ് കളഞ്ഞിട്ട് അതേപടി തന്നെ നട്ടു വെക്കും. ചെടി അവിടെ ഇരുന്ന് കേടായി പോവും. അപ്പം എല്ലാവരും മധുരത്തുളസിയുടെ തൈകളൊക്കെ മേടിച്ച് നടണം. നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് മധുരത്തുളസിയുടെ തൈകൾ മേടിക്കാൻ കിട്ടും. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.